എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. 2024 ഓയിൽ കമ്പനികൾക്ക് എന്താണ് സംഭവിക്കുക, അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓവർ സപ്ലൈ, ദുർബലമായ വില, മന്ദമായ ഡിമാൻഡ്. ഓവർ സപ്ലൈ, ദുർബലമായ വില, മന്ദമായ ഡിമാൻഡ് വളർച്ച എന്നിവ എണ്ണയെ ഈ വർഷം ബാധിക്കുമെന്ന് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നു. എണ്ണവിലയെ താഴെ നിർത്താൻ ഈ വർഷം 3 കാരണങ്ങൾ തന്നെ ധാരാളമാണെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ചെങ്കടലിലെ പ്രശ്നങ്ങൾ മാത്രം ഒരു പരിധിവരെ നിലവിൽ എണ്ണവിലയ്ക്ക് അനുകൂലമായി നിൽക്കുന്നത്. അതായത് 2020 ശേഷം കഴിഞ്ഞ വർഷം ആദ്യമായി ക്രൂഡ് ഓയിൽ വില വാർഷിക നഷ്ടം രേഖപ്പെടുത്തി. 2024 ആദ്യത്തെ വർഷത്തിൽ തന്നെ ചെങ്കടലിലെ ആക്രമണത്തെ തുടർന്ന് എണ്ണവില തിരിച്ചുവരവ് നടത്തിയെങ്കിലും അത് വേണ്ടത്ര ഉയരാനായിട്ട് സാധിച്ചിട്ടില്ല. ചെങ്കടൽ പാതയിൽ ഹൂതി വിമതർ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ എണ്ണക്കമ്പനികൾക്കും എണ്ണ ഉൽപ്പാദകർക്കും ഭയങ്കര തലവേദനയായിരിക്കുകയാണ്. പലരും ഈ പാത ഉപേക്ഷിക്കുകയോ താൽക്കാലികമായി അടയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. ഒപെക് പ്ലസ് ഉൽപ്പാദന നിയന്ത്രണം കൊണ്ട് എണ്ണയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ US വിപണികളിലേക്ക് എണ്ണ ഒഴുക്കുന്നതാണ് കഴിഞ്ഞ വർഷം നാം കണ്ടത്. ഇത് ഈ വർഷം തുടരുമെന്ന് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നു. ഈ വർഷം മുതൽ ഒപെക് പ്ലസിൻ്റെ ഭാഗമായ ബ്രസീലിൻ്റെ എണ്ണ ഉൽപ്പാദനവും വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിപണികളിൽ തുടരുന്ന സാമ്പത്തിക ആശങ്കകൾ വർഷത്തിൽ ഡിമാൻഡ് കുറയ്ക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ കുറഞ്ഞ ഡിമാൻഡും ഉയർന്ന വിതരണവും എണ്ണവില കുറയ്ക്കാനായിട്ട് കാരണമാകുമെന്ന് പറയപ്പെടുന്നു. എണ്ണവില കുറഞ്ഞാൽ ഡിമാൻഡ് വർദ്ധിക്കാം. സൗദി തുടർച്ചയായി 2ാം വർഷവും അറബ് ലൈറ്റ് ക്രൂഡ് ബാരലിന് $2 കുറച്ചതും ഡിമാൻഡ് മെച്ചപ്പെടുമെന്ന ലക്ഷ്യത്തോടെയാണ്. സൗദിയുടെ എണ്ണവില കുറച്ചതോടുകൂടി ഇന്ത്യയടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങൾ വളരെ വലിയ തോതിൽ വാങ്ങലുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. US ക്രൂഡ് ഗ്രേഡായ WTI ഈ വർഷം $72 ശരാശരി നീങ്ങുമെന്നാണ് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ $72 എന്ന് പറയുന്നത് 2023 ശരാശരിയേക്കാൾ ഏകദേശം 70% ഇടിവാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് ബ്രന്റ് ക്രൂഡിലും സമാന നീക്കങ്ങൾ പ്രതീക്ഷിക്കണം. നിലവിൽ ബ്രന്റ് ക്രൂഡ് ബാരലിന് $76.80 വില. ഒപെക്കിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ ദുഷ്കരമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സാധാരണഗതിയിൽ പ്രതിദിന ഉൽപ്പാദനം 2.2 ദശലക്ഷം ബാരലോളം കുറച്ചാൽ എണ്ണവില കുതിച്ചുയരേണ്ടതാണ് സാധാരണഗതിയിൽ. എന്നാൽ ഉൽപ്പാദന നിയന്ത്രണം കടുപ്പിച്ചിട്ട് പോലും നിലവിലെ വില ഇടിയുകയാണ് ചെയ്യുന്നത്. നിലവിൽ ഗയാന, ബ്രസീൽ എന്നിവയ്ക്കൊപ്പം US ഉൽപ്പാദനത്തിലും ചൈനീസ് ഡിമാൻഡിലും വ്യാപാരികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതിനാൽ തന്നെ വെട്ടിക്കുറയ്ക്കലുകൾ അത്ര കാര്യമായി വിലയിലൊരു ഇമ്പാക്റ്റ് വരുത്തുന്നില്ല. ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നാൽ കാര്യങ്ങൾ കുറച്ചും കൂടിയും ടഫാണ്. കാരണം എന്ന് വെച്ചാൽ ഇലക്ഷൻ വരാൻ പോണു. അപ്പോൾ എണ്ണവില പിടിച്ചിരുത്തണം, അല്ലെങ്കിൽ സർക്കാരിന് കുറച്ച് കുറയ്ക്കാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ എണ്ണവില കുറയ്ക്കുമെന്ന് ഒരു ഊഹം അല്ലെങ്കിൽ ഒരു റൂമർ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ എണ്ണ കമ്പനികൾക്ക് അത് എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.